ലൈംഗികാതിക്രമ കേസിൽ നടനും എംഎൽഎയുമായ മുകേഷിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ്. ബെസ്റ്റ് ജാതകം ആരുടെ? നിന്റെ കാലെടുത്ത് കുത്തി കിടപ്പാടം പോയി കിട്ടും. എന്റെ ജാതകത്തിന്റെ കുഴപ്പമില്ല, അതിന്റെ കയ്യിലിരിപ്പിന്റെ കുഴപ്പ. കണ്ട പെണ്ണുങ്ങളെ കയറി പിടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? എം മുകേഷിനെ ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയതാണോ അതോ മുൻകൂർ ജാമ്യം ഉള്ളതിനാൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വേണം. നമ്മൾ കുടുങ്ങിയത് തന്നെ. പോലീസിന്റെ കിട്ടിയ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, അവരിച്ച് സൂപ്പാക്കും. ഞാനല്ല മലപ്പുറത്തുള്ള മാമയുടെ വീട്ടിൽ പോയി. അവന്റെ ഒരു മലപ്പുറത്തെ മാമ നിനക്കിട്ടാണ് ആദ്യം കിട്ടേണ്ടത്. മനുഷ്യൻ മനസ്സമാനത്തോട് ഉറങ്ങിയ ദിവസം എത്ര നേരം നിനക്ക്? എടാ ആ തോമ എന്ന് പറഞ്ഞ തെണ്ടി റാസ്കൽ അവിടെ ഉണ്ടോടാ? നീയായിരുന്നു. എം മുകേഷ് MLA തന്റെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് CPI ദേശീയ സെക്രട്ടേറിയറ്റ് അംഗം ആനി രാജ ആവശ്യപ്പെട്ടു. ഞാനൊരു മുണ്ടെടുത്തിട്ടുണ്ട്. അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് ആനി രാജയുടെ നിലപാട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഗോവിന്ദൻകുട്ടിയെ പറഞ്ഞുവിടാന്ന് തീരുമാനിച്ചു. ഇന്ന് എന്റെ ഭാര്യ, നാളെ നിങ്ങളുടെ പെങ്ങള്, അങ്ങനെ പെണ്ണുങ്ങൾ ഉള്ളിടത്തൊക്കെ കയറും. CPI എന്ന നിലയിലും ദേശീയ മഹിളാ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി എന്ന നിലയിലുമാണ് താൻ ഈ കാര്യം ആവശ്യപ്പെടുന്നതെന്ന് ആനി രാജ 24 പറഞ്ഞു. വെറുതെ മലയാളികൾക്ക് ചീത്തപ്പേരുണ്ടാക്കാതെ ഇറക്കി വിട്ടേക്ക്. സ്ത്രീകളുടെ അന്തസ്സ് മറ്റെന്തിനേക്കാളും വലുതല്ലേ? അതൊക്കെ പത്രത്തിൽ വായിക്കാറുണ്ട്. എടോ, താൻ ആ പെണ്ണിനെ പീഡിപ്പിച്ചെന്ന് കേട്ട് നേരാണോ? ചേട്ടൻ എന്ത് തോന്നുന്നു? ചോദിക്കാല്ലേ? അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നേ? എന്റെ ചേട്ടാ, ഞാനൊന്നും അറിഞ്ഞിട്ട് പോലുമില്ല. അതൊക്കെ ഈ പത്രക്കാരും പോലീസുകാരും കൂടെ കെട്ടിച്ചമച്ചതല്ലേ. ഓ, എന്ന് ഇയാളടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യനെ ഒരുമാതിരി ഭ്രാന്താക്കാൻ വേണ്ടി എന്നാണ് MLA സ്ഥാനം ഒഴിയേണ്ടതില്ല എന്ന് പറയുന്നവരോട് തനിക്ക് ചോദിക്കാനുള്ളതെന്നും ആനി രാജ ഡൽഹിയിൽ പറഞ്ഞു. വല്ലാത്ത ചതിയായി. നിനക്ക് കുഴപ്പമില്ല, എന്നെ ഇവിടെ പലർക്കും അറിയാം. എങ്ങനെയെങ്കിലും വിസ ശരിയാക്കി പോലീസ് തപ്പുന്നതിന് മുമ്പേ നാട് വിടണം. പിന്നെ പോലീസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. തുടക്കം മുതൽ പറയുന്നതാണ്. ഈ രഞ്ജിത്തിന് എന്തടിസ്ഥാനത്തിൽ ഞങ്ങൾ അന്ന് പറഞ്ഞുവോ ആ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് അതേ ലോജിക്ക് തന്നെയാണ് മുകേഷിനെ MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് ആവശ്യപ്പെടാൻ അതേ ലോജിക്ക് തന്നെയാണ് ഉപയോഗപ്പെടുത്തിയത്. ആ ലോജിക്കിൽ തന്നെ ആ ആവശ്യത്തിൽ തന്നെ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. നീയല്ലേ പറഞ്ഞ ജയിലിൽ ഉണ്ട തിന്നാൻ കിട്ടുന്നത്? പോയി തിന്നടാ. മതി കുറെ നേരമല്ല തുടങ്ങിയിട്ട്. കാര്യങ്ങളുടെ ചൂടാറുന്നവരെ മുറിക്ക് പുറത്തിറങ്ങേണ്ട കുറച്ചു കാലത്തേക്ക് വാ. മുകേഷ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു മുകേഷ്. പോലീസിന്റെ അകമ്പടിയോടുകൂടിയാണ് മുകേഷ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഇറങ്ങുകയാണ്. മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും മുകേഷ് വണ്ടിയിൽ തന്നെയാണ്. ഇതെന്താ ഇവിടെ ഒരു മീറ്റിംഗ്? ആരെങ്കിലും തട്ടിപ്പോയാ? നിന്നെ ഇവിടുന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആര്? ഇവിടുത്തെ കമ്മിറ്റി. എന്തിന്? ഈ കാരണം മാനമര്യാദയ്ക്ക് പെണ്ണുങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പോന്ന് പറയുമ്പോ അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. പോയേ പറ്റൂ. പെട്ടിയെടുത്ത് പുറത്തു വെച്ചിട്ടുണ്ട് ഓണർ. വാതില് താഴിട്ട് പൂട്ടി. മുകേഷ് കയറുന്നെന്ന് തോന്നുന്നു. ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് എം മുകേഷ് MLA പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഇത്തരത്തിലുള്ള പരാതി, അത് പക്ഷേ ലൈംഗിക അതിക്രമ പരാതിയാണ്. സിദ്ദീഖിന്റെ മുകളിൽ ബലാത്സംഗ പരാതിയല്ല. എന്തായാലും സിദ്ദീഖ് എം മുകേഷ് MLA ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അവരുടെ ഓഫീസിൽ കുറെ മണിക്കൂറുകളായി എം മുകേഷ് MLA ചോദ്യം ചെയ്യലിന് വിധേയമാവുകയായിരുന്നു. അതിനുശേഷം ചോദ്യം ചെയ്യൽ പൂർത്തിയായ മുകേഷ് ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണ്. ഇത് എവിടുത്തെ ന്യായം? ഇവിടുത്തെ ന്യായം. അടി നടന്നു പ്രതിപക്ഷത്ത്, ഓർമ്മയില്ലേ നിങ്ങൾക്ക്? അയാൾ ഇപ്പൊ രാജിവെച്ചു, പോയി പിടിക്കപ്പെട്ടു, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് മൂന്ന് നേതാക്കന്മാരും ഞാനാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞിട്ട് നാണം കെട്ട എല്ലാം കഴിഞ്ഞില്ലേ? പിന്നല്ലാതെ CPM-ന്റെ MLA ആകുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ്. എനിക്ക് വേറൊന്നും പറയാനില്ല. എനിക്കിപ്പോഴും ഓർമ്മയില്ല. ആരാ, ഏതാ, എങ്ങനെ പരിചയപ്പെട്ടു? ഞങ്ങളാരും അവളെ കണ്ടിട്ട് പോലുമില്ല. കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന്. ഒരു ഗംഭീര അടി നടത്തേണ്ടി വരും. കൂടെ നിന്നോളാം. ഞാൻ നിൽക്കില്ല. കാരണം
കൂടുതൽ പെർഫോമൻസ് കാണിച്ച കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള യുവന്മാരുടെ ഇടികൊണ്ട് നിന്റെ ഷേപ്പ് മാറുന്ന ഞാൻ കാണേണ്ടി വരും. ഞാൻ നിൽക്കില്ല. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ നിൽക്കില്ല. ഞാൻ പോയിക്കോളാം. മഹാദേവന് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. കാറുണ്ട്, താമസിക്കില്ല. ഞാൻ ഇവിടെയോ വീട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചുകൊണ്ടൊന്നു വിടാം. അതിപ്പോ ഞാൻ ഒരു പ്ലീസ് നോ എന്ന് പറയരുത്. ഒരു 10 മിനിറ്റ് എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. പ്ലീസ് കം.